യുദ്ധക്കുറ്റങ്ങൾക്ക് അമേരിക്കൻ ഇസ്രായേൽ നേതാക്കളെ വിചാരണ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായ മുസ്തഫ ഖമനേയി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടെ പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ വഷളാവുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാന കരാർ നിലവിൽ വന്നുവെങ്കിലും സ്ഥിതിഗതികൾ കാര്യമായി മാറുന്നു. ഹോർമുസ് കടലിടുക്ക് നിയന്ത്രണമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. 30 ദിവസത്തേക്ക് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്നാണ് അവരുടെ പുതിയ പ്രഖ്യാപനം. നേരത്തെ ഒരു സമാന്തരമായ ഒരു പാത ഹോർമുസിന് സമാന്തരമായ ഒരു പാത അമേരിക്ക തുറക്കുകയും ചില കപ്പലുകൾ അതിലൂടെ കടത്തിവിടുകയും ചെയ്തപ്പോഴാണ് ഈ കപ്പലുകളെ ഇറാൻ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇക്കാര്യം വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കുകയും ചെയ്തു. സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കും അമേരിക്കൻ ആക്രമണം എന്നാണ് അരാഗ്ചി വ്യക്തമാക്കുന്നത്. പുതിയ പാത, കപ്പൽ പാത ഹോർമുസിൽ അംഗീകരിക്കില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ഇതോടെയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ പുതിയ സംഘർഷങ്ങൾക്ക് ഇടയാക്കിയത്. അതുമാത്രമല്ല, അമേരിക്കയെ സഹായിക്കുന്ന അയൽ രാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. ഇതാണല്ലോ പ്രശ്നം. നാളത്തെ ചർച്ചയിലും പ്രധാന വിഷയമായി മാറുന്നത് അജയ് സുധ ബിജു ഹോർമുസാണ്. ഹോർമുസിൽ ഇപ്പോൾ സമാന്തരപാത തുറന്നുകൊണ്ടുള്ള അമേരിക്കയുടെ നീക്കം അത് ഇറാൻ തടയുന്നു. ആ കപ്പലുകളെ ആക്രമിക്കുന്നു. ഹോർമുസിന് നിയന്ത്രണം പൂർണ്ണമായും തങ്ങൾക്ക്, ഇനി 30 ദിവസത്തേക്ക് മറ്റ് കപ്പലുകളെ കടത്തിവിടില്ല, തങ്ങളുടെ തീരുമാനമില്ലാതെ എന്ന് പറയുമ്പോൾ വീണ്ടും ചർച്ചയിൽ പ്രതിസന്ധിയാണ്. ശരിക്കും ഈ ആഴ്ച ചർച്ച നടക്കാനിരുന്നത് ഇറാനിലെ ആണവ സംബന്ധമായിട്ടുള്ള പദ്ധതികളെ കുറിച്ചായിരുന്നു. ഈ ചർച്ച അതും സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് നടക്കാനിരുന്നത്. ഇത് കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ചകളുടെ തുടർച്ചയായിട്ടായിരുന്നു ഈ ചർച്ച നടക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷേ പുതുതായിട്ട് ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടിട്ട് ഉടലെടുത്തിട്ടുള്ള സംഘർഷങ്ങൾ കാരണം ഈ ചർച്ച നിലവിൽ മാറ്റിവെച്ചിട്ടുണ്ട്. പകരമാണ് നാളെ ദോഹയിൽ വെച്ച് മറ്റൊരു ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയുടെ പ്രധാന വിഷയം ഹോർമുസ് കടലെടുക്ക് തന്നെയാണ്. ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പുതിയ സ്ഥിരീകരണങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അമേരിക്കയാണെങ്കിലും ഇറാനുമാണെങ്കിലും ഇക്കാര്യത്തെ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇത് നിലവിൽ ആക്സിയോസ് ന്യൂസ് റിപ്പോർട്ടും അതുപോലെ തന്നെ റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടുമാണ് ഇത്തരം ചില വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച് ആക്സിയോസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഹോർമുസ് കടലെടുക്ക് സംബന്ധിച്ചുള്ള വിഷയമാണ് നാളെ ചർച്ച ചെയ്യുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ നേരത്തെ ഒപ്പിട്ടിരുന്ന 14 ധാരണാപത്രത്തിലെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ നാളെ ചർച്ച ചെയ്യുന്നില്ല എന്ന് അവർ പറയുന്നു. പക്ഷേ റോയിറ്റേഴ്സ് പറയുന്നത് മറ്റൊരു വിധമാണ്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പ്രധാനമായിട്ടും ഹോർമുസ് കടലിടുക്കിലെ കാര്യം ചർച്ച ചെയ്യുമെങ്കിലും മറ്റ് 14 നിർദ്ദേശങ്ങൾ കൂടി നാളെ ദോഹയിൽ വെച്ച് ചർച്ചയാകും എന്നാണ് ഇപ്പോൾ നിലവിൽ റോയിറ്റേഴ്സ് പറയുന്നത്. പക്ഷേ മധ്യസ്ഥരായിട്ടുള്ള പാകിസ്ഥാനാണെങ്കിലും ഈ ചർച്ചയുടെ കാര്യങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ എന്തായാലും ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ പിടിമുറുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരാഗ്ചിയും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്.